ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ മീഷോന്നും ഫ്ലിപ്കാർട്ടിന്നും വാങ്ങിച്ചതായി കുറച്ച് കിച്ചൺ ഐറ്റംസ് ആയിട്ട് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല യൂസ്ഫുൾ ആവുന്ന ഒരു പാത്രത്തിൻ്റെ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ആദ്യം നല്ല കുറച്ചൊക്കെ വലുപ്പത്തിൽ വരുന്ന ഒരു പാത്രം കേട്ടോ. ഇതിന് ക്യാപ്പാണിത്. ഇങ്ങനെയാണ് അത് ഉണ്ടാവുക കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതൊരു സ്റ്റീലിൻ്റെ ഒരു പാത്രമാണ്. അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ സെറ്റായിട്ടാണ് വരുന്നത്. ആദ്യം കുറച്ച് വലുപ്പത്തിലുള്ള പാത്രം, പിന്നെ അതിൻ്റെ ചെറുത് അങ്ങനെ ആയിട്ടാണ് വരുന്നത്. ഇങ്ങനെ ഒരു 4 സെറ്റായിട്ടുള്ളൊരു പാത്രങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളതിൻ്റെ കോഡൊക്കെ ഞാൻ കൊടുക്കാം, കാരണം മീഷോന്ന് കോഡായിട്ടാണ് കിട്ടുന്നത്. ഫ്ലിപ്കാർട്ടിനാണെങ്കിൽ ലിങ്ക് ആയിട്ട് തന്നെ കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത സാധനം നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതും മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം ഇത് ഒരു സിലിക്കോൺ മാറ്റാണ് കേട്ടോ. ഇത് നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്, പരത്താൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നല്ല സുഖമാണ്. പരത്താനൊക്കെ നല്ല ഈസി ആയിട്ട് പരത്താൻ കഴിയും. പിന്നെ വാഷ് ചെയ്യുകയാണെങ്കിലും ഈസി ആയിട്ട് വാഷ് ചെയ്തെടുക്കാം, കാരണം സിലിക്കോണിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വാഷ് ചെയ്തെടുക്കാനും കഴിയും. അപ്പോൾ ഞാൻ ഇതവിടെ നിന്ന് യൂസ് ചെയ്ത് നോക്കി. നല്ല ഇതിൻ്റെ നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്, പരത്താൻ വേണ്ടിയിട്ടൊക്കെ നല്ല ഈസി ആയിട്ട് പരത്താൻ വേണ്ടിയിട്ടൊക്കെ കഴിയും. അടുത്ത പ്രൊഡക്റ്റ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു ചോപ്പറാണ്. നമുക്ക് വെജിറ്റബിളും ഒക്കെ ഈസി ആയിട്ട് ചോപ്പ് ചെയ്തൊരു കളർ ചോപ്പറാണ്. നമ്മുടെ ബട്ടർഫ്ലൈൻ്റെ ചോപ്പറാണ് മേടിച്ചിട്ടുള്ളത്. നല്ലൊരു പ്രൊഡക്റ്റാണ്. നല്ല ഷാർപ്പായിട്ടുള്ള ബ്ലേഡ്സും അങ്ങനെ എല്ലാം വരുന്നുണ്ട്. നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇത്. കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ചോപ്പറാണിത്. ഇതിൻ്റെ ഒക്കെ റേറ്റും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ലിങ്കിൻ്റെ കൂടെ തന്നെ കൊടുക്കാം. ഇതിൻ്റെ ക്യാപ്പൊക്കെ നല്ല ഈസി ആയിട്ട് നമുക്ക് തുറക്കാനും അടക്കാനും ഒക്കെ പറ്റുന്ന ഒരു ക്യാപ്പാണ്. പിന്നെ ഇതിൻ്റെ ബ്ലേഡ്സ് കണ്ടില്ലേ, ഒരു 5 ബ്ലേഡ്സാണ് ഇതിൽ വരുന്നത്. നല്ല ഷാർപ്പായിട്ടുള്ള ബ്ലേഡ് തന്നെയാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഫിറ്റ് ചെയ്യാനും അടക്കാനും ഒക്കെ കഴിയും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചോപ്പർ. അടുത്ത പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ മീഷോയിൽ തന്നെ വാങ്ങിച്ചിട്ടുള്ള ഒരു ഓയിൽ ഡിസ്പെൻസറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്യാപ്പൊക്കെയാണ് ഇത് വരുന്നത്, അതിൻ്റെ നോസിലൊക്കെയാണ് ഇത് വരുന്നത്. ഇത് ഒരു 4 എണ്ണത്തിൻ്റെ സെറ്റാണ്. 4 ഓയിൽ ഡിസ്പെൻസറാണ് വരുന്നത്. നല്ല ക്വാളിറ്റിയില്ല, നല്ല ഗ്ലാസ് മെറ്റീരിയലാണ് കേട്ടോ ഇത്. നല്ല സേഫായിട്ട് തന്നെ പാക്കൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ക്യാപ്പ് ഇതാ ഇങ്ങനെ ഒരു സൈഡ് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഓയിൽ ഡിസ്പെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാപ്പും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഓയിൽ ഡിസ്പെൻസ് ചെയ്യാനും പറ്റും. ഇത് നമുക്ക് കോക്കനട്ട് ഓയിലും സൺഫ്ലവർ ഓയിലും അല്ലെങ്കിൽ ഒലീവ് ഓയിൽ അങ്ങനത്തെ പലതരം ഓയിലൊക്കെ നമുക്ക് ഒഴിച്ച് വെക്കാനും എല്ലാത്തിനും പറ്റുന്ന നല്ലൊരു ഓയിൽ ഡിസ്പെൻസറാണിത്. ഇനി അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് ഒരു ജ്യൂസ് മഗ്ഗാണ് കേട്ടോ. അത് ജ്യൂസ് മാത്രമല്ല, നമുക്ക് ഈ വേനൽക്കാലത്താകുമ്പോൾ നമുക്ക് എന്ത് കൂൾ ഡ്രിങ്ക്സോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മഗ്ഗാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഒരു ഗ്ലാസിൻ്റെ മെറ്റീരിയലാണ്. ഈ ഭാഗത്ത് നമുക്ക് ഡയറക്റ്റ് മൗത്തിങ് ആണ്. പിന്നെ ഇതിൽ നമുക്ക് സ്ട്രോ ഇടാനായിട്ടുള്ളൊരു ഹോളും അത് നമുക്ക് അടിച്ച് വെക്കാം. രണ്ടും നമുക്ക് അടിച്ച് വെക്കാവുന്നതാണ്. നല്ലൊരു ക്വാളിറ്റി ഉള്ള നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇനി ഇതിൻ്റെ കുറച്ച് ചെറുതും പിന്നെ ഒരു ഹാൻഡിലൊക്കെ വരുന്നതായിട്ടുള്ള ഒരു മഗ്ഗാണ് ഇത്. രണ്ടിലും ഒരു സ്കെയില് വരുന്നുണ്ട് കേട്ടോ, ഒരു അളവ് വരുന്നുണ്ട്. ഇതിൽ ഒരു 300 ml പിന്നെ മറ്റത്തിൽ നമുക്കൊരു 400 ml ആണ് കൊള്ളുന്നത്. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.